ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിൽ ഇന്നേ ദിനം നമ്മെ സഹായിക്കുന്നത് വെരി റവറൻഡ് ഡോക്ടർ മോൺസിഞ്ഞോർ നിക്കോളാസ് ടി, പാളയം ഫെറോന വികാരി. ആണ്ടുവട്ടത്തിലെ 28-ാം ഞായർ. വേദപുസ്തക ഭാഗങ്ങൾ ഏഷ്യാപ്രവാചകൻ 25:6-10 വരെയും, സങ്കീർത്തനം 23, ഫിലിപ്പിയർ 4-ാം അധ്യായം 12-14 വരെയും 19-20 വരെയും, മത്തായി 22:1-14 വരെയുമുള്ള തിരുവചന ഭാഗങ്ങൾ. ഈ തിരുവചന ഭാഗം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ നാം കഴിഞ്ഞ 2 ഞായറുകളിലേക്ക് ഒന്ന് പുറകിലോട്ട് നടക്കുന്നത് നന്നായിരിക്കും. കഴിഞ്ഞ ഞായറിൽ ദുഷ്ടരായ പാട്ടക്കാരുടെ ഉപമ നമ്മൾ ശ്രവിച്ചു. പ്രവാചകന്മാരെ തിരസ്കരിച്ച ഇസ്രായേൽ യേശുവിനെ കൊല്ലാൻ കൂട്ടുനിൽക്കുന്നത് കണ്ടു. അതിനു മുമ്പുള്ള ഞായറിൽ സ്നാപക യോഹന്നാനെ അനുദപിക്കാത്ത യഹൂദ മത നേതാക്കളെ യേശു കുറ്റപ്പെടുത്തുന്നതായി നാം മനസ്സിലാക്കി. ഇന്നത്തെ ഈ ഉപമയിൽ ദൈവരാജ്യത്തിലേക്ക് വിളിക്കപ്പെട്ടവർ തിരസ്കൃതരാകാം എന്നൊരു മുന്നറിയിപ്പ് കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ 3 ഉപമകളും രക്ഷാചരിത്രത്തിൻ്റെ നഖചിത്രം നമുക്ക് നൽകുകയാണ്. ഈ ഉപമയിലൂടെ കടന്നു വരുമ്പോൾ ഇത് ആനന്ദവും ആഹ്ലാദവും ആഘോഷവും നിറഞ്ഞു നിൽക്കുന്ന വിവാഹ ആഘോഷമാണ്. എന്നാൽ ഇത് അവസാനിക്കുന്നതാകട്ടെ യുദ്ധവും വിലാപവും പല്ലുകടിയോടും കൂടെയാണ്. വിശുദ്ധ മത്തായി രാജകൊട്ടാരത്തിലെ പുത്രൻ്റെ വിവാഹ വിരുന്നായി പറയുമ്പോൾ ലൂക്ക ഒരാൾ ഒരുക്കിയ വലിയ സദ്യയെന്ന് സൂചിപ്പിക്കുന്നു. പഴയ നിയമത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഭാവിയിൽ വരാനിരിക്കുന്ന ദൈവരാജ്യത്തെ വിവാഹ വിരുന്നിനോടാണ് യേശയ്യാ ഉപമിക്കുന്നത്. ഇന്നത്തെ 1-ാമത്തെ വായന. എന്നാൽ ജെറമ്യാ പ്രവാചകൻ 33:11-14 വരെയുള്ള ഭാഗങ്ങളിൽ വരാനിരിക്കുന്ന ആ ദിവസത്തെക്കുറിച്ച് പറയുന്നത് മണവാളൻ്റെയും മണവാട്ടിയുടെയും സ്വരമെന്നാണ്. ഈ ഉപമയിൽ 4 രംഗങ്ങളുണ്ട്. 1-ാമത്തെ രംഗം വിരുന്നുകാർക്കുള്ള 2 ക്ഷണങ്ങളാണ്. ഭൃത്യന്മാർ 2 പ്രാവശ്യം പോകുന്നു വിളിക്കുവാനായി. പഴയ നിയമത്തിലെ പ്രവാചകന്മാരും പുതിയ നിയമത്തിലെ അപ്പസ്തോലന്മാരും വിശുദ്ധ സ്റ്റീഫനുമൊക്കെയാണ് ഇവിടെ ഭൃത്യന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ഷണിക്കപ്പെട്ടവരോട് പറയേണ്ടതാണ്, വിവാഹ വിരുന്ന് തയ്യാറായി കഴിഞ്ഞു. കാളകളെയും കൊഴുത്ത മൃഗങ്ങളെയും കൊന്നിരിക്കുന്നു. ക്ഷണിക്കപ്പെട്ടവരെ ഒന്നുകൂടി അറിയിക്കുക. വിവാഹ വിരുന്നിന് വരിക എന്നത് 3 പ്രാവശ്യം ഇക്കഥയിൽ സാന്നിധ്യം അറിയിക്കുകയാണ്. യുഗാന്ത്യത്തിൻ്റെ അടിയന്തരാവസ്ഥ. എല്ലാം തയ്യാറായിരിക്കുന്നു, ചൂടാറും മുമ്പ് ആസ്വദിക്കണമെന്നാണ് 3 പ്രാവശ്യം വിളിക്കുന്നതിൻ്റെ ധ്വനി. ദൈവശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ ദൈവം യേശുവിൽ ലോകത്തിലേക്ക് വന്നു. അത് അടിയന്തരമായി തിരിച്ചറിയണം. യുഗാന്ത്യത്തെ, അതായത് വരാനിരിക്കുന്നതിനെ വർത്തമാനത്തിലേക്ക്, അതായത് ഇന്നിലേക്ക് ദൈവം പറിച്ചു നട്ടിരിക്കുന്നു. അത് ഗ്രഹിക്കാനും അതുപോലെ തന്നെ സ്വീകരിക്കാനും ഇനിയും വൈകാൻ പാടില്ല എന്നതാണ് സൂചന. എന്നാൽ വിളിക്കപ്പെട്ടവർ അത് വകവെച്ചില്ല എന്നാണ് കാണുന്നത്. വാസ്തവത്തിൽ ദൈവരാജ്യ നിർമ്മിതിക്ക് വേണ്ടി ദൈവത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കേണ്ടവർ ആ ക്ഷണത്തെ നിസ്സാരമായി തള്ളിക്കളഞ്ഞു. യോഹന്നാൻ 1:11. അവൻ സ്വന്തപ്പെട്ടവരുടെ അടുക്കലേക്ക് വന്നു, സ്വന്തപ്പെട്ടവർ അവനെ സ്വീകരിച്ചില്ല. ഇനി ഭൃത്യന്മാരെ അവർ പരിഹസിച്ചു, അടിച്ചു, അപമാനിച്ചു, കല്ലെറിഞ്ഞു, കൊന്നു. ഭൃത്യന്മാരോട് ചെയ്തത് രാജാവിനോട് ചെയ്തതിന് തുല്യമായി രാജാവ് കൂട്ടുന്നു.
രണ്ടാം രംഗം നമ്മൾ കാണുന്നത് ക്ഷണിക്കപ്പെട്ടവരുമായി രാജാവ് നടത്തുന്ന യുദ്ധമാണ്. രാജാവിനെ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നു. ദൈവത്തിൻ്റെ ദാസനായ നെബൂഖദ്നേസർ ജെറുസലേം നഗരത്തെ ആക്രമിച്ചത് ജെറമിയ 25:8-9 വരെ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തി കാണുന്നു. AD 70 റോമാക്കാർ ജെറുസലേമിനെ നശിപ്പിച്ചത് മത്തായി ഈ കഥയിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ടാകാം. യേശു ഇക്കഥ പറയുമ്പോൾ ജെറുസലേം ദേവാലയം സ്തുതി ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതെഴുതപ്പെട്ടപ്പോൾ ദേവാലയം അഗ്നിക്കിരയാക്കിയിരുന്നു. ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരാണ്. മത്തായിയുടെ ദർശനത്തിലൂടെ നോക്കുമ്പോൾ ക്ഷണിക്കപ്പെട്ടവർ പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും. ലൂക്കായിലൂടെ നോക്കുമ്പോൾ അത് യഹൂദജനമാണ്. ദൈവത്തിൻ്റെ രാജ്യം അവർ സ്വീകരിക്കണം. ദൈവരാജ്യം ദൈവത്തിൻ്റെ ദാനം. നമ്മുടെ സഹകരണം ധാർമ്മികവും ആത്മീയവുമായ യോഗ്യത അതിന് ദൈവം പ്രതീക്ഷിക്കുന്നു. മൂന്നാം രംഗം പറയുന്നത് വഴിക്കവലകളിലും നിരത്തുകളിലുമുള്ളവർക്ക് ക്ഷണം നൽകിയെന്നുള്ളതാണ്. മത്തായി പറയുന്നത് ദുഷ്ടരും ശിഷ്ടരുമായ ആളുകളെ ദൈവം ക്ഷണിക്കുന്നുവെന്ന്. ലൂക്ക പറയുന്നത് വിജാതീയരെ ദൈവം ക്ഷണിക്കുന്നു. പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലുമുള്ളവർ വിജാതീയരാണ്. അവർ ദരിദ്രരും വികലാംഗരും മുടന്തരുമാണ്. അവർ പുറമ്പോക്ക് നിവാസികളും ചുങ്കക്കാരും പാപികളും അശുദ്ധമായ ജോലികളിലോ വ്യാപാരങ്ങളിലോ ഏർപ്പെട്ടിരിക്കുന്നവരുമാണ്. ഇത് സഭയുടെ ഒരു പ്രതിരൂപമായും നമുക്ക് കാണാൻ സാധിക്കും. 4 കല്യാണ പാർട്ടിയുടെ പരിശോധന. സമയക്കുറവ് കാരണം നാം അതിലേക്ക് പ്രവേശിക്കുന്നില്ല. നമ്മുടെ ചിന്ത വരേണ്ട പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. ഈ ഉപമയിൽ ഈശോ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് ദൈവരാജ്യത്തിലേക്ക് വിളിക്കപ്പെട്ടവർ തിരസ്കൃതരാകാനുള്ള സാധ്യതയുണ്ട്. 2 സൂചനകളും ഈ ഉപമയിൽ നൽകുന്നുണ്ട്. ഒന്ന്, വയൽ നോക്കാൻ പോയി എന്ന് പറയുന്നുണ്ട്. അത് ഭൂമിയെയാണ് സൂചിപ്പിക്കുന്നത്. ഭൂമി ദൈവത്തിൻ്റെതാണ്. നാം എല്ലാവരും ഈ ഭൂമിയിൽ കുടികിടപ്പുകാരാണ്. ഭൂമി നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക, ആവശ്യം കഴിഞ്ഞാൽ തിരികെ ഏൽപ്പിക്കുക. ഇതാണ് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 5-ാമത്തെ വചനവും ലേവ്യയുടെ പുസ്തകം 25-ാം അധ്യായം 23-ാമത്തെ വചനവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വ്യാപാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അത് ലാഭം കൊയ്യലാണ്. അവിടെ ദൈവരാജ്യ മൂല്യങ്ങൾ നഷ്ടമായേക്കാം. സത്യം, നീതി, സാഹോദര്യം, കരുണ ഇവയൊക്കെ മാറിപ്പോയേക്കാം. മനുഷ്യബന്ധങ്ങളിൽ കച്ചവടവും കാപട്യവുമൊക്കെ വന്നു ചേരാം. യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: ദൈവം തന്ന ദാനം സ്വീകരിക്കുക, ദൈവരാജ്യത്തിൽ ആയിരിക്കുക. ഫ്രാൻസിസ് പാപ്പ ഈ അടുത്ത ദിവസങ്ങളിൽ ഇറക്കിയ ചാക്രിക ലേഖനത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ നമ്മളൊക്കെ അയൽക്കാരാകാം, പക്ഷേ നാം എല്ലാവരും സഹോദരങ്ങളാകണം. നാം സഹോദരങ്ങളാകുമ്പോൾ ദൈവം നമ്മൾ വസിക്കും. ദൈവം പിതാവും മാതാവും നമ്മൾ ദൈവമക്കളും പരസ്പരം സഹോദരങ്ങളുമായി തീരുമ്പോൾ ദൈവരാജ്യം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.